പാലക്കാട്ട് UDFന്റെ MLA രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം ആയിരിക്കില്ല ഇത്തവണ ഇലക്ഷൻ മത്സരിക്കുക. അങ്ങനെയാണെങ്കിൽ രാഹുലിന് ഒരു പകരക്കാരനെ UDF കണ്ടെത്തിയിരിക്കുമല്ലോ, അങ്ങനെയും കേൾക്കുന്നുണ്ട്. സാർ ശ്രദ്ധിച്ചോ? കോൺഗ്രസ് മാങ്കൂട്ടത്തിന് പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൻ ഗോപിനാഥൻ. കണ്ണൻ ഗോപിനാഥൻ IAS നിന്ന് രാജിവെച്ച് കഴിഞ്ഞ കൊല്ലം കോൺഗ്രസിൽ ചേർന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ വലിയ മോദി വിരുദ്ധനും BJP വിരുദ്ധനുമാണ്. കാശ്മീരിൽ 370-ാം വകുപ്പ് പിൻവലിച്ചിട്ട് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കണ്ണൻ ഗോപിനാഥൻ. അപ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സർവേ, അതായത് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നറിയാനുള്ള ഒരു സർവേ പൂർത്തിയാക്കി. ആ കനകോലുവിന്റെ പദ്ധതികളുണ്ടല്ലോ, കനകോലു ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോ ഓരോ മണ്ഡലത്തിലേക്കും 3 സ്ഥാനാർത്ഥികളെ ഇവിടെ നിന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ട് പിന്നെ അത് കേന്ദ്രം അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. കേന്ദ്രത്തിന് വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് കണ്ണൻ ഗോപിനാഥൻ. കാരണം പണ്ട് IAS ഉണ്ടായിരുന്ന ഹർഷ്മന്ദർ എന്ന് പറഞ്ഞൊരാളാണ് സോണിയാഗാന്ധിയുടെ ഓഫീസിലിരുന്ന് ഈ സോറോസുമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ശരിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഹർഷ്മന്ദറും കേട്ട് അത്യാവശ്യം കണ്ണൻ ഗോപിനാഥിന് ബന്ധം കാണുമല്ലോ. ഇത് ഈ സർവേയില് പിന്നെ സർപ്രൈസിങ് ആയിട്ട് വരുന്ന ഒരു പേര് അച്ചു ഉമ്മന്റെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മകള്. അപ്പോ ഈ മറിയം ഉമ്മന്റെ പേരും ഒക്കെ അല്ലേ, തിരുവല്ല എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ചാണ്ടി ഉമ്മൻ ഇതൊക്കെ നിഷേധിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എന്തോ ഒരു ഇതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടെന്ന് തോന്നുന്നു. ചാണ്ടി ഉമ്മൻ മാത്രമേ നിൽക്കാവൂ എന്നാണ് ചാണ്ടി ഉമ്മന് ആഗ്രഹമുള്ളത്. കുടുംബത്തിന് തീരെ എഴുതി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ആ കാലത്ത്. ഇതിപ്പോ ചെങ്ങന്നൂരിലും ആറന്മുളയിലും അച്ചു ഉമ്മന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അച്ചു ഉമ്മന് വിരോധം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് ഒന്നും പറ്റില്ല, 2 പേരെ വലിയ പ്രയാസമാണ്. അപ്പോ ചാണ്ടി ഉമ്മന് വലിയ സംശയം ഉണ്ടോ ഇനി ചാണ്ടി ഉമ്മനെ മാറ്റിയിട്ട് അച്ചുമ്മനെ വെക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോ തിരുവനന്തപുരത്ത് ശബരിനാഥന്റെ പേര് പല മണ്ഡലങ്ങളിലേക്കും നിർദ്ദേശിച്ചതായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മുരളീധരന്റെ പേര് പാലക്കാട്ടേക്കും ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ കണ്ണൻ ഗോപിനാഥിന് പാലക്കാടുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പാലക്കാടായിരുന്നു. കോട്ടയംകാരനാണ്, എന്നാലും സ്കൂൾ വിദ്യാഭ്യാസം പാലക്കാടായിരുന്നു. അപ്പോൾ മുരളീധരന്റെ പേര് വട്ടിയൂർക്കാവിലേക്കും തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരം മണ്ഡലത്തിലേക്കും പാലക്കാട്ടേക്കും കേൾക്കുകയല്ല, ആ സർവേയില് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടുകേൾവിയല്ല, സർവേയിൽ ഈ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ ഈ കണ്ണൻ ഗോപിനാഥന്റെ പേരൊക്കെ നിർദ്ദേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടെ നിന്ന് നിർദ്ദേശിക്കണമെന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാണല്ലോ ചെയ്യുന്നത്. ഇതിന്റെ രീതികൾ അങ്ങനെയാണല്ലോ. ചെങ്ങന്നൂരും ആറന്മുളയാണ് അച്ചു ഉമ്മൻ്റെത്. പിന്നെ ഈ കണ്ണൻ ഗോപിനാഥൻ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, അതാണ് ഈ പാലക്കാട്ടെ 3 പേര് വരുന്നത്. കണ്ണൻ ഗോപിനാഥൻ, മുരളീധരൻ, ആതിര, ഒരു വനിതാ സ്ഥാനാർത്ഥി. ഇദ്ദേഹം ഈ വനിതകളുടെ എന്താ പറയുക ആക്രമണത്തിന് വലിയ തോതിൽ വിധേയനായ ആളാണല്ലോ. എന്നാ പിന്നെ പകരം നിർത്തുമ്പോൾ ഒരു സ്ത്രീ ആകട്ടെ എന്നൊരു ചിന്തയും ഉള്ളവരും ഉണ്ട്. അതുകൊണ്ട് ആതിരെ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ പാലക്കാട്ടേക്ക് 3 പേര് നിർദ്ദേശിക്കപ്പെട്ട ഒരു ഇതാണ് കണ്ണൻ ഗോപിനാഥൻ, മുരളീധരൻ, ആതിര. അപ്പൊ ആതിര ജില്ലാ പഞ്ചായത്തില് കോട്ടായി ഡിവിഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് ആതിര. പിന്നെ ഈ വിവിധ ഏജൻസികൾ, ഒരേ ഏജൻസി ഒന്നുമല്ല, പല ഏജൻസികളെയാണ് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ജനങ്ങളോടൊക്കെ സംസാരിച്ച്, അതുപോലെ കോൺഗ്രസ്സുകാരോടൊക്കെ സംസാരിച്ച് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഏൽപ്പിച്ചിരുന്നത്. 3 സർവേകൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. 3 ഏജൻസികൾ സർവേ നടത്തിയിട്ടുണ്ട്.
സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നറിയാം. അപ്പോൾ ഓരോ മണ്ഡലത്തിലും 3 പേരെ ഈ സർവേയിൽ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മധുസൂദനൻ മിസ്ത്രിക്കാണ് ഇതിൻ്റെ മൊത്തം ചുമതല. മധുസൂദനൻ മിസ്ത്രിയുടെ സ്ക്രീനിങ് കമ്മിറ്റി, ഈ സ്ക്രീനിങ് കമ്മിറ്റി തിരുവനന്തപുരത്ത് ഇന്നും നാളെയും ചേരുന്നുണ്ട് ഈ 3-ൽ നിന്ന് ഇങ്ങനെ നിർദ്ദേശിക്കാനായിട്ട്. അപ്പോൾ 6-ാം തീയതി ഇല്ലേ VD സതീശൻ്റെ പ്രചാരണ ജാഥ തുടങ്ങുകയും ചെയ്യും. കണ്ണൻ ഗോപിനാഥിൻ്റെ പേരാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. മാങ്കൂട്ടത്തിന് പകരം കണ്ണൻ ഗോപിനാഥിന് 40 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ കശ്മീരിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റേ അയ്മന മരുന്തതിയൊക്കെ പറയുമല്ലോ, ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ഈ കണ്ണൻ ഗോപിനാഥൻ. 2025 ഒക്ടോബർ 13 കോൺഗ്രസിൽ ചേർന്നത്. ഈ KN ഗോപിനാഥൻ നായർ ആണ് അച്ഛൻ. സർക്കാരിൽ അപ്പർ ഡിവിഷൻ ക്ലർക്കായിരുന്നു അച്ഛൻ. VR കുമാരി ആണ് അമ്മ. അപ്പോൾ പാലക്കാട് സ്കൂള്, അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് മാറി. ആയിരുന്നു പിന്നീട് കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ പരീക്ഷയില്ലേ, അതിൻ്റെ ഫൈനൽ പരീക്ഷ, അതിൽ 2001 ടോപ്പറായിരുന്നു കണ്ണൻ ഗോപിനാഥൻ. അത് കഴിഞ്ഞ് ഈ റാഞ്ചിയിൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതിൻ്റെ അകത്തും സ്വർണ്ണ മെഡലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ ഹിമാനി പതക് നോയിഡയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണൻ ഗോപിനാഥൻ IAS എത്തുന്നതിന് മുമ്പ്. അപ്പോൾ പരിചയപ്പെട്ട ആളാണ് ഹിമാനി പതക് ഭാര്യ. ഡിസൈൻ എഞ്ചിനീയർ ആയിരുന്നു, സെമി കണ്ടക്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അത് കഴിഞ്ഞാണ് ഈ IAS എഴുതി ജയിക്കുന്നത്. ഈ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു ചേരി പോയി കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ ഈ ജീവചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണാം. 2012 IAS കിട്ടുന്നത്. എന്നിട്ട് മിസോറമിൽ ജോലി ചെയ്യുമ്പോൾ SBIക്ക് ഒരു കത്ത് എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ നാഥിയാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ATM സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സ്കൂളുകൾ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബാഡ്മിൻ്റൺ അക്കാഡമി അവിടെ ഈ ടാറ്റയുടെയും ഗോപിചന്ദിൻ്റെയും ഗോപിചന്ദിൻ്റെ സഹായത്തോടു കൂടിയാണ് ബാഡ്മിൻ്റൺ അക്കാഡമി അവിടെ ഒരെണ്ണം ഉണ്ടാക്കിയത്. 2018 കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ണൻ ഗോപിനാഥനെ പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അജ്ഞാതനായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സീനിയർ പറയാതെ ഒരു സീനിയർ IAS ഓഫീസറാണ് പിന്നെ കണ്ട് തിരിച്ചറിഞ്ഞത്. 8 ദിവസത്തോളം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് 32 വയസ്സ്. ദാദ്ര നഗർ ഹാവേലിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നഷ്ടത്തിലോടുന്ന ഒരു വൈദ്യുതി ബോർഡിനെ എടുത്ത് ശരിപ്പെടുത്തിയിട്ടുണ്ട്, നന്നാക്കി എടുത്തിട്ടുണ്ട്. സിൽവാസയിൽ ഒരു റിംഗ് റോഡ് പദ്ധതി കുറെ കാലം നടപ്പാകാതിരുന്നത് എടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ ഈ പൗരത്വ നിയമമൊക്കെ ഇല്ലേ, ഇതിനൊക്കെ എതിരായി സംസാരിച്ചിട്ടുണ്ട്. കശ്മീരിലെ കേന്ദ്ര നടപടികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ജോലിക്ക് ഹാജരായിരുന്നില്ല കുറെ കാലം ഈ IAS ജോലിക്ക്. അങ്ങനെ വന്നപ്പോൾ 2020 ഏപ്രിലിൽ നിർബന്ധിതമായിട്ടും ജോലിക്ക് ചേരണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുത്തു. ഇയാളപ്പോഴും ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് IASൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ കണ്ണൻ ഗോപിനാഥൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്തപ്പേര് ഉണ്ടായല്ലോ. പാലക്കാട് ഇയാള് പത്തനംതിട്ടക്കാരനായ ഒരാളെ സ്വീകരിച്ചു പാലക്കാട്. ഇയാളവിടെ സ്ഥിരമായിട്ട് താമസിക്കും, ഫ്ലാറ്റൊക്കെ എടുത്തു. ഇപ്പൊ ഫ്ലാറ്റ് ഒഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവും, ഇനി അവിടെ രക്ഷയില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. തിരിച്ചു വരാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ചാനലില് അവതാരകനായ ഹാഷ്മിയും
മാങ്കൂട്ടവും ഉഭയസമ്മതപ്രകാരം നടത്തിയിരുന്നു. ഉഭയസമ്മതപ്രകാരം പലതരത്തിലാണ്. അതെ അത് ഒരുപാട് ചീത്ത കേൾക്കുന്നുണ്ട് 24 ചാനല്. സാധാരണഗതിയിൽ ഇത്തരം ക്രിമിനലുകളെയൊക്കെ പിടിച്ചിട്ടൊന്നും ആരും അഭിമുഖമൊന്നും നടത്താറില്ലല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാമെങ്കിൽ ജയിലുകളില് ലേഖകന്മാരെ വെച്ചാൽ മതിയല്ലോ. എല്ലാ ദിവസവും ആളുകൾ കാണുകയൊക്കെ ചെയ്യും. വലിയ കൊലപാതകികളും ഒക്കെ ഉണ്ടാവും. 6 പേരെ കൊന്നവരും 5 പേരെ കൊന്നവരും ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനൊരു രീതി പണ്ട് ഈ പുലിറ്റ്സർ സമ്മാനം കിട്ടിയതൊക്കെ ആദ്യകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജയിലിൽ പോയി ചില ആളുകളെ അമേരിക്കയിൽ ഇന്റർവ്യൂ ചെയ്തു, ചില ക്രിമിനൽസിനെ. അത് ചില പ്രത്യേക ആവശ്യം അവരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ വരുമല്ലോ. അങ്ങനെ ഒരു പ്രതിയെ കാണണം എന്ന് പറഞ്ഞിട്ട് പത്രപ്രവർത്തകർ പോയിട്ട് പുലിറ്റ്സർ സമ്മാനം ചില ഇങ്ങനത്തെ ജയിലിൽ പോയിട്ടുള്ളതിന് കിട്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ട്. അത്തരം റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് പക്ഷെ ഒരു കടന്ന കൈയായി പോയി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും മാങ്കൂട്ടത്തിന് പകരം മാങ്കൂട്ടത്തിൻ്റെ പേര് എന്തായാലും സർവേയിലില്ല, ആരും പറഞ്ഞിട്ടുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.